എഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ച സമയത്ത് പോലീസിലുണ്ടായ ഒരു മാറ്റത്തിൽ വട്ടിയൂർക്കാവ് SHO ആയിട്ട് പുതിയ ഒരാൾ നിയമിതനായി. അതുവരെ എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ സ്റ്റേഷനിലായിരുന്നു ശ്രീ വിപിൻ എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചു. അപ്പം തൊട്ട് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഞങ്ങൾ കണ്ടുവന്നിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, എന്തുകൊണ്ടോ NDAയുടെ പ്രവർത്തകർക്കെതിരെ, BJP പ്രത്യേകിച്ച് സംഘ പ്രവർത്തകർക്കൊക്കെ എതിരെ വളരെ ക്രൂരമായിട്ടുള്ള കർശന നടപടികൾ നിരന്തരം വട്ടിയൂർക്കാവ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് പ്രചരണ സമയത്ത് ഉടനീളം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ ഓരോ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും, ഓഫീസ് ഉദ്ഘാടനമാണെങ്കിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ ആണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ ഒരു മോശമായ പ്രവൃത്തി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതേസമയം അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന മറ്റ് പാർട്ടിക്കാരുടെ, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ വാഹന പ്രചാരണത്തിനും അതുപോലെയുള്ള സമ്മേളനങ്ങൾക്കും വളരെ ഉത്സാഹത്തോടു കൂടിയുള്ള പോലീസിൻ്റെ സഹകരണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾ അന്നേരം തൊട്ടേ കണ്ടിരുന്നു. ഇതിനെതിരെ പല പ്രാവശ്യം ഞങ്ങൾ സീനിയർ ഉദ്യോഗസ്ഥരോട് പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ശ്രീ വിപിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന നയം എന്ന് പറയുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരോടും നിഷ്പക്ഷമായി ഒരേപോലെ പെരുമാറേണ്ട പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനൊക്കെ അവസാനമായിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വട്ടിയൂർക്കാവ് പോലീസ് ചില BJP പ്രവർത്തകരെയും സംഘപ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് നമ്മുടെ എമർജൻസി കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദന മുറകൾ നടത്തി വരുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ തന്നെ ഒരു പ്രവർത്തകനായിട്ടുള്ള ശ്രീ ബിനു, അദ്ദേഹം മലമുകൾ പള്ളിയുടെ തന്നെ ഒരു സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, BJPയുടെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാൻ യാതൊരു നിർവാഹവുമില്ല. രഞ്ജിനി ഹൗസ് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലുള്ള വീടാണ്. അവിടെ ഒരു വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും കൂടെ ചേർന്ന്. ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കോൺഗ്രസ് ആണ്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് അദ്ദേഹം CPMൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സുനിൽ എന്നു പേരുള്ള ഒരു ആളാണ് രഞ്ജിനി എന്ന് പറയുന്ന ആ ലേഡിയുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചതും മുണ്ടുപൊക്കി കാണിച്ചതും ഒക്കെ. ഇതിനൊരു പരാതി എഴുതി കൊടുത്തതിന് ഒരു കൃത്യസമയത്ത് ഒരു കേസ് പോലും എടുക്കാൻ കൂട്ടാക്കാതെ അവസാനം 17-ാം തീയതി നടന്ന ഒരു സംഭവത്തിന് 19-ാം തീയതിയാണ് പോലീസ് FIR പോലും ഇട്ടിരിക്കുന്നത്. അതിലിതുവരെ ആരെയും അറസ്റ്റ് ചെയ്തതായിട്ടും അറിയില്ല. പക്ഷേ ഇതിന് മുമ്പായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ്. വീട്ടിൽ കയറാൻ പറ്റാതിരുന്ന ബിനുവിനെയും ഫാമിലിയെയും, സ്വന്തം വീട്ടിൽ താമസിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല പോലീസ് ഓഫീസേഴ്സിനെയും സമീപിച്ചപ്പോൾ അതൊക്കെ വിശദമായിട്ട് ഇവർ പറയും. പക്ഷേ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ CPMക്കാരും കോൺഗ്രസ്സുകാരും പോലീസുകാരും കൂടെ ചേർന്ന് കുറച്ച് BJP പ്രവർത്തകരെ ഉപദ്രവിച്ച് നമ്മുടെ സീനിയർ നേതാക്കന്മാരെ പോലും ലാത്തിയും പുളിവാറും ഒക്കെ ഇട്ട് മർദ്ദിച്ചിട്ടൊക്കെയായിരുന്നു അന്ന് ദിവസം രാത്രിയിൽ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ച് അന്ന് വനിതകളടക്കം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയവർക്കെതിരെ കേസ്, അങ്ങനെ നിരന്തരം കേസുകൾ എടുക്കുകയും നിരന്തരം ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പാരമ്യതയിലാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി പ്രതികളല്ലാത്ത കുറച്ച് പേരെ പിടിച്ചുകൊണ്ടുപോയി പോലീസിൻ്റെ വണ്ടിയിലിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ശ്രീ ബിനുവിനെ, അതായത് ഈ രഞ്ജിനിയുടെ ഹസ്ബൻഡ് ബിനുവിനെ അടക്കം കണ്ണൊക്കെ അടിച്ച് പൊട്ടിച്ചുള്ള ഒരു മർദ്ദനത്തിൽ പോലീസ് ചെയ്ത് ആശുപത്രിയിൽ വെച്ചിട്ട്, ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ട് ഈ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചേർന്നിട്ടാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയതിനെ ഞങ്ങൾ തടയുകയും നിങ്ങളെല്ലാവരും അതിന് ദൃക്സാക്ഷി ആയത് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഇത് തികച്ചും പക്ഷപാതപരമായിട്ട് പോലീസ് പെരുമാറിയതാണ് എന്നുള്ളൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പോലീസിൽ 33.5 വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് DGPയുടെ റാങ്കിലിരുന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ്. കൂടാതെ ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നു, തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതുകൊണ്ട്
കാച്ചാണി എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ചും അവിടെ നെട്ടയം, ആ ഒരു മലമുകൾ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു BJP പ്രവർത്തകൻ പോലും ഉണ്ടാകാതിരുന്ന, വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് BJPയുടെ പ്രവർത്തകരെ അവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDAക്ക് അവിടെ പ്രവർത്തകരുണ്ട്. അവിടുത്തെ വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അതായത് കൗൺസിലർമാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ മാറി ഇപ്പോൾ അവിടേക്ക് കൂടുതൽ BJPക്ക് വോട്ട് കിട്ടുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ, കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു 900 വോട്ട്സിൻ്റെ ഒരു ഭൂരിപക്ഷത്തിലാണ്, അതുപോലും ഇല്ല, 90 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്ങാണ്ടാണ് പുതിയ കൗൺസിലർ, കാച്ചാണി കൗൺസിലർ ജയിച്ച് വന്നിരിക്കുന്ന ആരോമൽ. അത്രയും വളരെ കുറച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതിന് മുമ്പിലുണ്ടായിരുന്നത് അത്രയാണെങ്കിൽ പോലും നമുക്ക് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലവും കൂടെയാണ്. രാജീവ് ചന്ദ്രശേഖർജി നിന്നിരുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരുന്ന സ്ഥലവും കൂടിയാണ് നെട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ കൂടുതൽ ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ അവരുടെ നിങ്ങൾക്കറിയാലോ, പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പോലീസ് അസോസിയേഷൻ ഭരിക്കുന്നത് പോലും പാർട്ടിയാണ്. CPMൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് പോലും. അപ്പോൾ അവരെ കൊണ്ട് വിചാരിച്ചാൽ പോലീസിനെ കൊണ്ട് ഇതുപോലെയുള്ള ക്രൂരതകൾ CPMന് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നടന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പോലീസുകാരെ കൊണ്ട് തന്നെ അവിടെ വന്ന് സംരക്ഷണം തരാമെന്ന് പറഞ്ഞ് ദൂരെ നിന്നിരുന്ന ബിനുവിനെയും ഭാര്യയും വിളിച്ച് വരുത്തി അവിടെ കൊണ്ടുവന്ന് പള്ളിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്, മലമുകൾ പള്ളി, ഞാൻ അവിടെ പോയതാണ്, എനിക്കറിയാവുന്ന സ്ഥലമാണ്, നല്ല ഉയരത്തിലിരിക്കുന്ന പള്ളിയാണ്, അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിറകും കല്ലും ഒക്കെ വലിച്ചെറിഞ്ഞ് പോലീസിന് പരിക്കേറ്റപ്പോൾ മാറ്റിക്കാൻ, പോലീസിനെ രക്ഷപ്പെടുത്താൻ നോക്കിയ BJP പ്രവർത്തകരെയാണ് പോലീസ് വന്ന് നിഷ്ഠൂരമായി മർദ്ദിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ സഹിതം തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവരെടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്ന വലിയ പ്രഹസനമാണ്. ഏതെങ്കിലും കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോലീസിനെ ആക്രമിച്ച കേസിനകത്ത് BJPക്കാരും CPMക്കാരും കൂടെ ഒരുമിച്ച് നിന്ന് ആക്രമിക്കുന്ന ഒരു കേസ് പോലെയാണ് അവരെടുത്ത് വച്ചിരിക്കുന്നത്. അത് തന്നെ വളരെ പരിഹാസ്യമാണ്, അപഹാസ്യമാണ്. BJPക്കാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് CPMക്കാരും കൂടെ ചേർന്നിട്ടാണ് പോലീസിനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞൊരു കേസ് എടുക്കുമ്പോൾ അത് എന്തുമാത്രം തലതിരിഞ്ഞ കേസാണ്, തെറ്റായ രീതിയിൽ എടുത്ത കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് സീനിയറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കേസ് പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ആ കേസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകളെ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് കൂട്ടുന്നത്. ഈ കേസിനകത്ത് പഴയ കൗൺസിലറായിട്ടുള്ള കാച്ചാണി കൗൺസിലർ രമയും ഇപ്പോഴത്തെ കൗൺസിലറും ഒക്കെ പ്രതികളാണ്, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് മുഴുവനും BJPയുടെ പ്രവർത്തകരെയാണ്. അതും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക, പ്രതികളല്ലാത്തവരെ പോലും ഇന്നലെ ക്ഷേത്രത്തിനുള്ളിൽ കയറി അടിച്ച് പരത്തി ആ ക്ഷേത്രം മുഴുവൻ നശിപ്പിച്ച് അവിടുത്തെ പഠനമുറി മൊത്തം നശിപ്പിച്ചിട്ടാണ് ആളുകളെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി പോലീസ് ചെയ്യുമ്പോൾ കാട്ടാളത്തം എന്നല്ലാതെ അതിനെ എന്ത് പറയും? ഇതുപോലെയുള്ളൊരു ഭീകരത പോലീസ് ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരിടത്തും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പാർട്ടി പ്രവർത്തകരെ ഇതുപോലെ തല്ലി ചതച്ചിട്ടുള്ള, ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ അടിയന്തരാവസ്ഥയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൂരത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭയമുണ്ട്. ഈ LDFനും UDFനും ഒക്കെ ഭയമുണ്ട്. BJP കയറി വരുമോ, ആ കാച്ചാണി ഏരിയ വേണ്ടി നഷ്ടമാവുമോ എന്നൊക്കെയുള്ള പേടിയുടെ പുറത്ത് ചെയ്യുന്നതാണെന്നേ പറയേണ്ടതുള്ളൂ. അതുതന്നെയാണ് തോന്നുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.